ആമിനയിൽ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്ത്? തിരിച്ചുകൊണ്ട് കേട്ടോ, തിരിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ. ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പേടിക്കാനുള്ള ഒരു ഇല്ല. അല്ല, അച്ഛൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന കാര്യം. സ്റ്റേജിലൊക്കെ അതും ലാൽജോ സർ, ചാക്കോച്ചൻ, അമൃത ചേച്ചി, ഇങ്ങനെ ഇവരെല്ലാരും നല്ല ഇതായിട്ടുള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ഒരു പടമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് അതെനിക്ക് അങ്ങനെ ഒരു ധാരണയാ. മലയാളം, തമിഴ്, തെലുങ്ക് മാത്രമല്ല, അല്ലാതെ വേറെ പല ലാംഗ്വേജസിലും അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, എന്റെ ഫസ്റ്റ് ഓഡിഷനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു ക്യാരക്ടറിലൂടെയാണ് അത് കാണാൻ ശ്രമിക്കുന്ന ഒരാൾ, അതിലാണ് ഒരാൾക്ക് റിലേറ്റ് ആവുന്നത്. അയാൾക്ക് ആ സിനിമയിലെ നായകൻ ഞാനാണ്. അല്ലാതെ നമ്മള് നമ്മൾ കുറ്റം പറഞ്ഞ് ഈ 5 പേരെ നോക്കി നമ്മൾ അവിടെ തന്നെ ഇല്ല. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് മധുരക്കണക്ക് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ചിത്രത്തിന്റെ ഹീറോ ആൻഡ് ഹീറോയിൻ ആമിന ആൻഡ് വിഷ്ണു. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ മധുരക്കണക്ക് എന്താണ്? ഈ മധുരക്കണക്ക്, മധുര പ്രതികാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മധുരക്കണക്ക് എന്താണ്? പ്രതികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓ, അത് തന്നെയാണ്, അതിന്റെ വേറൊരു വേർഡാണ്. അങ്ങനെ വേണമെങ്കിൽ അത് കാണാം. അത് നമുക്ക് എക്സാക്ട്ലി അതാ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിലും അത് കാണാം, നമ്മുടെ കഥ പോകുന്നതനുസരിച്ച്. ഓക്കെ, എന്താണ് ശരിക്കും ഒരു തീം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ മൂവിയിലേക്കുള്ള ഒരു എൻട്രി, ഇതിനകത്തേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ വന്നത് ഡയറക്ടറെ വിളിച്ചു, അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. എന്റേത് മധുരക്കണക്ക് സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തകുമാർ, ശാന്തേട്ടനാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതും അങ്ങനെ ഭാഗ്യം ഉണ്ടാവുന്നത് ഇത് ചെയ്യാൻ വരുന്നതും. അതാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഹരീഷ് ചേട്ടനാണ് മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ കുറച്ചും കൂടി എളുപ്പമായിരുന്നോ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്? അല്ല, അച്ഛൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യം. എപ്പോഴാണ് അച്ഛൻ ഈ പ്രൊഡക്ഷന്റെ തീരുമാനം എടുത്തതെന്ന് കറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു. അപ്പൊ ആദ്യം എനിക്ക് ഈ പടം ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമാണ്. ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ പഠിക്കാൻ വേണ്ടി ആദ്യം UK പോയിട്ട് പിന്നെ അവിടെ ജോലി കിട്ടി. ഞാൻ അവിടെയാണ് കുറച്ചധികം നാളായിട്ട് UK-ലാണ്. അപ്പൊ എനിക്കിത് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയാം, എനിക്ക് ലീവ് ഇട്ട് വരാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാം ദൈവം സഹായിച്ച പോലെ എനിക്ക് കൃത്യമായിട്ട്, ചിലപ്പോൾ ഞാൻ അത്രയ്ക്ക് അധികം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും, കറക്റ്റായിട്ട് എല്ലാം ആ സമയത്ത് എനിക്ക് കറക്റ്റ് ഷെഡ്യൂൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ലീവൊക്കെ കിട്ടി ഇവിടെ വന്ന് എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റിയത്. എല്ലാം ഭയങ്കര യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് അച്ഛൻ പ്രൊഡക്ഷനിലേക്ക്, നമ്മൾ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആയിട്ട് ഹരീഷ് പരേഡി പ്രൊഡക്ഷൻസിന്റെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആയിട്ട് ഇത് കമ്മിറ്റ് ചെയ്യുന്നതൊക്കെ. ആമിന എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനായിട്ടുണ്ടായ ഒരു റീസൺ എന്തായിരുന്നു? നല്ലൊരു ഫാമിലി കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. അപ്പൊ നല്ലൊരു കാസ്റ്റ് ആണെങ്കിലും എല്ലാരും നല്ല കാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ആക്ടേഴ്സ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് കൂടെ അഭിനയിക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഓക്കെ നല്ലതാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഒരു സിമ്പിൾ നാടൻ ഗേൾ തന്നെയാണ് ആ ക്യാരക്ടർ. സോ ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പോൾ ആദ്യത്തെ സിനിമയിലെ ആദ്യ നായികയാണ്. എന്താണ് ഒപ്പം അഭിനയിച്ചപ്പോൾ ആമിനയിൽ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തത്? തിരിച്ചുകൊണ്ട് കേട്ടോ, തിരിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം വന്നു, ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സീനിന് മുന്നേ നമ്മൾ ഓക്കെ നമ്മളൊരു ക്യൂവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ ഞങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ ആമിനെ ആണെങ്കിലും എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടായിരുന്നു സെറ്റിലൊക്കെ. അപ്പൊ നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ കെമിസ്ട്രി സ്ക്രീനിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ ആമിനയിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരിക്കും ആസ് എൻ ആക്ടർ? പ്രത്യേകത ആമിന നല്ലോണം അഭിനയിക്കും, അതിനാണ് ഞാൻ കണ്ടാക്കുന്ന പ്രത്യേകത. അല്ലാതെ എനിക്ക് അതിൽ കൂടുതലായിട്ട് പറയാൻ അറിയില്ല. ആമിന നല്ല രീതിയിൽ അഭിനയിക്കും. പിന്നെ ആമിനയുടെ ഇതിനകത്തുള്ള ക്യാരക്ടർ ആണെങ്കിലും നല്ലൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇത് ഡബിന്റെ സമയത്താണെങ്കിലും പ്രിവ്യൂ ഒക്കെ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ആമിനക്ക് എന്താണ് തോന്നുന്നത്? ഇത്ര നേരം ആലോചിക്കാൻ സമയം കിട്ടിയോ? എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല.
അല്ല വിഷ്ണു നല്ലോണം ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു നമുക്ക് ആദ്യം നമുക്കൊരു ആഗ്രഹം വേണമല്ലോ, നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കണം. അന്ന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനോ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസം ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് ക്യാച്ചപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ. ഇപ്പം ഇന്ദ്രൻ ചേട്ടനും എനിക്ക് തോന്നുന്നു ഹരീഷ് ചേട്ടനും ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കുറച്ച് ഇതായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് അവരുടെ ഒപ്പം? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ലെവൽ ഓഫ് ആക്ടേഴ്സ് ആണ്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട് മൂവിയിൽ, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവർക്കൊപ്പം ആക്ട് ചെയ്ത് ഇപ്പം ഹരീഷ് ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും ആക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഒരു തലതൊട്ടപ്പന്മാർ ലെവലിൽ നിർത്താൻ പറ്റുന്ന ആളുകളാണല്ലോ അവര്. ഒബിയസ്ലി വളരെ വലിയൊരു ഭാഗ്യമാണ് ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. എസ്പെഷ്യലി അച്ഛൻ്റെ കൂടെ എനിക്കൊരു കോമ്പിനേഷൻ സീൻ ഉണ്ട് ഇതില്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അച്ഛൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹരീഷ് ചേട്ടന്റെ അല്ല, അമിനയുടെ അച്ഛനായിട്ടാണ് അച്ഛന്റെ ക്യാരക്ടർ ഇതില്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അത് ഫസ്റ്റ് സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇത് സംഭവിക്കുന്നു ഇതൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണല്ലോ. ആഗ്രഹിച്ചിട്ടുണ്ട്, എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയും കുറെ ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയായിരുന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ എനിക്ക് അത്ര കോമ്പിനേഷൻ സീൻസ് ഇല്ല. ആമിനയ്ക്കായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും ഇതേ പറഞ്ഞ പോലെ അവരൊക്കെ ഫീൽഡിലെ വെറ്ററൻസ് ആണ്. അവർ ഇത്ര കൊല്ലങ്ങളായിട്ട് ഇതിൽ നിന്നതും പല ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്നതും. അപ്പൊ അവരുടെ കൂടെ അവർ അഭിനയിക്കുന്നത് സൈഡിൽ നിന്ന് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു എന്താ സ്കൂൾ ഓഫ് ഇതാണ്, നമുക്കത് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ബാക്കിയുള്ള കാസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, എല്ലാവരും അതേപോലെ കുറെ പ്രതിബാല, അങ്ങനെ കുറെ പേരുണ്ട്, സെന്തിലേട്ടൻ, എല്ലാവരും കൂടെ ഇതേപോലെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. അതിൽ ഹരീഷ് കണാരൻ ചേട്ടൻ്റെ കൂടെയൊക്കെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായി എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുറച്ചൊക്കെ എന്തൊക്കെയോ എനിക്ക് കൂടുതൽ കിട്ടിയെന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് എനിക്ക് തോന്നുന്നതാണ്. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രേക്ഷകരാണ് കണ്ടിട്ട് തീരുമാനിക്കേണ്ടത്. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും പിന്നെ ഹരീഷ് ചേട്ടനാണെങ്കിലും ഭയങ്കര നല്ലതായിരുന്നു. രണ്ടുപേരും അവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹരീഷ് ചേട്ടനാണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അതൊക്കെ ഭയങ്കര നല്ല രീതിയിൽ അത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഞാൻ അഭിനയിക്കുമ്പോ തന്നെ നോക്കി ഇരിക്കുന്നു. പുള്ളിയുടെ ആ ഇമോഷണൽ സംഭവം അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ പുള്ളി ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ ഭയങ്കര അതിൽ നിന്നാണ് ചെയ്യുന്നത്. അല്ലാത്ത സമയമാണെങ്കിൽ ഏതെങ്കിലും സൈഡിൽ പോയിരുന്ന് ഭയങ്കര ഒരു പാവം അങ്ങനെ ഒരു നല്ലയാ. എല്ലാരും നല്ലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ആമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഷോയിലൂടെയാണ് ആക്ച്വലി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആദ്യം എത്തുന്നത്. ആ ഒരു ഓപ്പണിങ്ങിനെ, അതായത് ഇപ്പൊ നായികൻ എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആയിരുന്നല്ലോ. ആമിനയുടെ ആ ഒരു ഓപ്പണിങ്ങിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും? ആ ഓപ്പണിങ് അതൊരു എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. എന്ന് പറയുമ്പോ അതുവഴിയാണല്ലോ നമ്മള്, അതൊരു സ്റ്റാർട്ടിങ് ആണല്ലോ. ആ ഒരു സ്റ്റാർട്ടിങ് ആണ് നമുക്കൊരു എക്സ്പോഷർ നമുക്ക് അത്രയും തന്നത്. ആ സമയത്ത് അത്രയും ഹിറ്റായ ഒരു ഷോ ആണ് നായകൻ. അപ്പൊ ആ ഷോയില് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റുക, അത്രയും ആൾക്കാര് നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടുക എന്നൊക്കെ ഉള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ലാൽജോ സാറാണ് അതില് മെൻറ്ററായിട്ട് നമ്മുടെ കൂടെ നിന്നായിരുന്നത്. ഇപ്പോഴും ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറ് എപ്പോഴും നമ്മുടെ കൂടെ വന്ന് നമുക്ക് കാര്യങ്ങൾ പറയും. അതൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. എന്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ആ ഒരു ഷോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റെപ്സ് ബട്ട് വെരി ഇമ്പോർട്ടന്റ്. ഒരു എന്താ പറയാ, ലൈഫ് ടേണിങ്, ലൈഫ് ചേഞ്ചിങ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ.
ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ അവസരങ്ങൾ തേടിപ്പിടിക്കേണ്ട സാഹചര്യമായിരുന്നല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സിനിമ ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ലാത്തവർക്ക് അവസരങ്ങൾ തേടി പോകണം. അപ്പം ആമിനയുടെ ആ ഒരു ജേണി ഉണ്ടല്ലോ, ലൈക്ക് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുണ്ടായൊരു റീസൺ എന്തായിരുന്നു? ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പേടിക്കാനുള്ള പോലും ബുദ്ധിയില്ല. ഇതങ്ങ് എന്താ ഇത്ര വലിയ അങ്ങ് ചെയ്യാ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിരുന്നു. ഐ തോട്ട് അഭിനയൊക്കെ ഭയങ്കര എളുപ്പം. നമ്മൾ ഈ ടി വി കാണുമ്പോ ഇങ്ങനെ അങ്ങ് ചെയ്താൽ പോരുതല്ല, പിന്നെ അതങ്ങ് ചെയ്താൽ മതി, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എന്റേത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴാണ് ഇതിങ്ങനൊന്നും അല്ല, നമുക്ക് അങ്ങനെ വിചാരിച്ച അങ്ങനെ ഒന്നും വരുന്നതല്ല എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ചലഞ്ചിങ് ആവുന്നതും കൂടുതൽ നമ്മളത് ചെയ്യും, നമ്മളത് പഠിച്ചെടുക്കും, നമ്മളെ എങ്ങനെയെങ്കിലും അത് ഒപ്പം നിൽക്കും എന്നൊക്കെ പിന്നെയാണ് അത് വരുന്നത്. ആക്ച്വലി ഇനിഷ്യലി ഞാൻ അതൊന്നും ഇപ്പൊ എനിക്ക് അതിന്റെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോ അത് എങ്ങനെയാണ് അത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇനീഷ്യലിയുള്ള ആവേശം തന്നെയായിരുന്നു അതെനിക്ക് ബുദ്ധി ഇല്ലാത്തത് കാരണം അത്ര ഒരു ആവേശത്തില്, അല്ലാതെ ധൈര്യം കൊണ്ടൊന്നുമല്ല, ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയപ്പോ ഓഡിഷന് നിന്ന് അവരെന്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഉള്ള ധൈര്യം മൊത്തം ചോർന്ന് പോയി. ബിക്കോസ് അപ്പം സ്റ്റിഫായി, എന്റെ മസിൽസ് ഒക്കെ സ്റ്റിഫായി, എനിക്കൊന്നും വരുന്നില്ല. അയ്യോ ഇതെന്താ എനിക്കൊന്നും പറ്റാത്ത കുറെ ഒരു 100 ആൾക്കാരും കുറെ ലൈറ്റും വന്നപ്പം നമ്മുടെ ആ കാഷ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാൻ പറ്റാതെ നെർവസ് ആവുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഡിഷനിൽ. അപ്പൊ അതിന്ന് ആണ് ഓക്കെ ഇത് ഇങ്ങനെയല്ല പരിപാടി, നമ്മൾ ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ച പതുക്കെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് വർത്ത് ഇറ്റ് ആയിട്ടുണ്ട് എന്താണെങ്കിലും എനിക്ക്. സോ ഇറ്റ് വാസ് നോട്ട് ഈസി. ഇപ്പം നായകനാണെങ്കിലും എല്ലാം ഓഡിഷൻ വഴിയാണ്. ഈ പറഞ്ഞ പോലെ അന്ന് അത്രയും ധൈര്യപ്പെടാനോ അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ബോധമില്ലാത്തത് കാരണം ഞാൻ പോയി നിന്ന് കൊടുത്തതാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു യുനോ ബിൽഡ് മൈ സെൽഫ്, ലേൺ തിങ്സ്. അവിടെ ആണെങ്കിലും നമ്മുടെ നായകന് ഗ്രൂമിങ് സെഷൻസ് ഉണ്ടായിരുന്നു, 2 day ഗ്രൂമിങ് സെഷൻ. പിന്നെ അതല്ലാതെ നമ്മുടെ ഷോന്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ പെർഫോമൻസിനും നമുക്ക് ഗ്രൂം ചെയ്യാൻ ആൾക്കാർക്കാണ്. അങ്ങനെയൊക്കെ വന്ന ഒരു സ്റ്റേജിലൊക്കെ അതും ലാൽജോ സർ, ചാക്കോച്ചൻ, സമൃദ്ധ ചേച്ചി, ഇങ്ങനെ ഇവരെല്ലാരും നല്ല ഇതായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ പിന്നെ ജയസൂര്യ വന്നിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡിന്. അപ്പൊ ഇവരുടെ ഒക്കെ മുന്നിൽ നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളെ ഇങ്ങനെയാണ് നമ്മളെ പോലും നമ്മൾ അപ്പോഴാണ് അറിയുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. അത് ശരിക്കും അന്ന് ഇപ്പോഴാണെങ്കിലും നമുക്ക് ഓഡിഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നെയാണ് ഞാൻ ഒരു മൂവിയിലേക്ക് ഞാൻ കയറുന്നത്. ഇതെനിക്ക് ഓഡിഷൻ അല്ലായിരുന്നു, പക്ഷെ അല്ലാത്ത മിക്ക മൂവീസും ഏറെക്കുറെ എനിക്ക് ഓഡിഷൻ വഴി തന്നെയാണ് ഞാൻ കയറിയിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഐ അറ്റൻഡ് ഓഡിഷൻസ്. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പം നമ്മുടെ ടർക്കിഷ് തർക്കത്തിൽ നായികയായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓഡിഷൻ ആയിരുന്നു. ഓക്കെ. അല്ല നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഒരു പടം കഴിഞ്ഞ്, അതാണ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. അതായത് നമ്മൾ ഒരു പടമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇങ്ങോട്ട് നമ്മളങ്ങനെ വിചാരിക്കും ഒരു പടം കഴിഞ്ഞാവോ നമ്മൾ പിന്നെ 100 പടം വരും ഇങ്ങോട്ട് വരുമായിരിക്കും, ആൾക്കാർ വിളിക്കായിരിക്കും. പക്ഷെ നമുക്കത് ചെയ്യാൻ വർത്തായിട്ടുള്ള പടങ്ങള് ചിലപ്പോ ചിലപ്പോ അങ്ങനെ തന്നെ വരുമായിരിക്കും. ഇപ്പൊ ടർബോ ഒക്കെ എനിക്ക് ഓഡിഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല, എനിക്ക് ഡയറക്ട്ലി ഞാൻ പോയി ചെയ്തതാണ്. അതല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പൊ 5ാം പാതിരയിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പടം, അത് എനിക്ക് ഓഡിഷൻ വഴി തന്നെയാണ് ഞാൻ കയറിയിട്ടുള്ളത്. അതല്ലാതെ ഇപ്പൊ ടർക്കിഷ് തർക്കത്തില് ഹീറോയിനായിട്ട് ചെയ്തിട്ടും അത് ഇത് തന്നെയാണ്, ഓഡിഷൻ തന്നെയാണ്. ഇതിൽ ഓഡിഷനിക്ക് വേണ്ടിയില്ല. സോ ഡിപ്പെൻസ്, ഓരോ ആൾക്കാരും ഓരോ, ഇപ്പൊ ഡിപ്പെൻസ് ഓൺ ദ ഡയറക്ടർ ആൻഡ് അവിടുത്തെ ആൾക്കാർ. ഇപ്പൊ ചില ഡയറക്ടേഴ്സിന് അവർ ഈ ക്യാരക്ടർ ഇങ്ങനെ സ്പെസിഫിക് ആയിരിക്കും, അപ്പൊ അവർക്ക് ഇങ്ങനെ ഇവർ ചെയ്താൽ എങ്ങനെ ആവും എന്നുള്ളത് ഇവർക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് പറ്റുമോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവുമായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ചില ഇത് വരുന്നത് അവരെന്താ ചെയ്യുക, അവർ പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്യും. ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പടം കഴിഞ്ഞാൽ നമുക്കൊരു 100 പടം ഓഡിഷൻ ഇല്ല, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പടങ്ങൾ വരണം എന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പടങ്ങൾ ചില സമയത്ത് നമ്മൾ ഓഡിഷൻ ചെയ്യേണ്ടി വരും. കോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ആയിരിക്കും, പക്ഷെ അവർക്ക് ഓൾറെഡി ഇൻ മൈൻഡ് 2-3 ആൾക്കാരുണ്ടാവും ഈ ക്യാരക്ടറിന് വേണ്ടിട്ട്. സോ യു നോ വിച്ച് ക്യാരക്ടർ യുവർ ഓഡിഷൻ ഫോർ. അപ്പൊ നമുക്ക് അറിയാം ഇത് സംഭവം, പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ.
ഓക്കെ. വിഷ്ണുവിന് ആക്ടിങ് ഒരു പാഷൻ ആയിരുന്നോ? അതെ, ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം. ചെറുപ്പം തൊട്ടേ വളർന്നു വന്നപ്പം തൊട്ടേ വീട്ടില് നമ്മുടെ എല്ലാവരും ആർട്ട് കലയൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ടും ചെറുപ്പം തൊട്ടേ ഇത് കണ്ട് വളർന്നുകൊണ്ടും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഹരീഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആക്ടിങ് രംഗത്തേക്ക് ഇറങ്ങണം, അല്ല, അതിനുവേണ്ടി ഹെൽപ്പ് അങ്ങനെ ചെയ്യണം, അങ്ങനെ സ്പെസിഫിക് എന്തെങ്കിലും ആയിട്ട് ചോദിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അച്ഛനറിയാം, ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും ഒക്കെ സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതിനെ കുറച്ച് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും നമുക്ക്, ചില സംഭവം നമുക്ക് കാണുമ്പോൾ ഓക്കെ ഇത് എന്താ എങ്ങനെയായിരിക്കും ചെയ്തത്, അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അച്ഛനടുത്ത് ചോദിച്ചിട്ടും ഒക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒബ്വിയസ്ലി സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് അച്ഛനെ അറിയാം, നമ്മളും ഇതേപോലെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ അച്ഛനായിട്ട് ഇതില് ഇങ്ങനെ ഒരു പടം കാസ്റ്റ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. അപ്പം മാക്സിമം അച്ഛൻ ഞാൻ കണ്ടതിൽ ചെയ്തേക്കണത് ഇപ്പം ഓക്കെ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മൾ കാസ്റ്റ് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ അവര് എന്നെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ അച്ഛൻ ഓക്കെ ഹിൽ പാസ് മൈ ഇൻഫർമേഷൻ ആൻഡ് ഫോട്ടോസ്, അത്രേ ഉള്ളൂ. അത് മാക്സിമം അതാണ് ചെയ്തേക്കുന്നത്. ഇതിൽ തന്നെ ആണെങ്കിൽ പോലും അച്ഛനല്ല എന്നെ കാസ്റ്റ് ചെയ്തത്, ശാന്തേട്ടനാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് അച്ഛനും അങ്ങനെയാണ്, ഒരു വേ ഓഫ് പുള്ളിയുടെ തിങ്കിങ്ങും അങ്ങനെയാണ്. കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട പോലെ അത് ഒരു ഡയറക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയോ ഒരു ആവശ്യമായിരിക്കും. ഇന്ന ആള് ചെയ്ത് ഓക്കെ എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. കാരണം അവരാണല്ലോ അതിന്റെ എന്താ പറയാ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അവരാണല്ലോ അത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വിശ്വാസം വേണം ഫസ്റ്റ്. അല്ലാതെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് വന്ന് വിട്ടത്. ഓക്കെ. ഇപ്പം ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഹരീഷ് ചേട്ടൻ തന്നൊരു ഉപദേശം അല്ലെങ്കിൽ എന്താണ് മൂവി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു കാര്യം എന്തായിരിക്കും? അങ്ങനെ ഇതിലേക്ക് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ അച്ഛൻ ഉപദേശം ഒന്നുമില്ല. പക്ഷെ ഇൻ ജനറൽ അച്ഛൻ ഞാനിപ്പം കോളേജ് കഴിഞ്ഞ് ഫസ്റ്റ് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഇപ്പൊ എന്ത് ജോലിക്ക് പോകണേ എവിടെ പോകണമെങ്കിലും അച്ഛൻ എപ്പോഴും തരുന്ന ഒരു അഡ്വൈസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ളൂ. ബി ദർ ഓൺ ടൈം, ചെയ്യുന്ന കാര്യം നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100% ആത്മാർത്ഥതയോടെ ചെയ്യുക, നിന്റെ സാറിനോട് ചെയ്യുക. ആർക്കും നമ്മളെ കൊണ്ട് വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കാതിരിക്കുക. ഇന്നത്തെ ബേസ് അത് ഞാൻ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല, ഞാൻ ഇതിന് മുന്നേ ചെയ്ത ജോലികളാണ്, ഞാനിപ്പം പ്രൊഫഷണലി ചെയ്യുന്ന ജോലിയാണെങ്കിലൊക്കെ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യം അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നോണ്ടായിട്ട് അങ്ങനെ ഒരു അഡ്വൈസും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ആമിനയുടെ കാര്യം ചോദിക്കുമ്പോഴേ ഇപ്പം ഞാൻ ഇപ്പോഴും ഓഡീഷന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ച് ക്യൂരിയസ് ആയി. ഇപ്പോൾ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണ്, എപ്പോഴും പാഷൻ സിനിമ കൂടി ആകുമ്പോഴത്തേക്ക് ഒരുപാട് ജഡ്ജ്മെൻ്റലായിട്ട് ആളുകളുടെ ഭാഗത്തുനിന്ന് കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പം ആമിനയ്ക്ക് എങ്ങനെയായിരുന്നു അത്? ഫാമിലി സപ്പോർട്ടാണോ? അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടാണെങ്കിൽ സപ്പോർട്ട് അല്ലാതെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ആക്ച്വലി അത് ഇനീഷ്യലി എന്റെ ഫസ്റ്റ് ഓഡിഷനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് സപ്പോർട്ട് ചെയ്യാത്തത് അവർക്ക് പേടി കൊണ്ടാണ്. അവർക്ക് അറിയത്തില്ല നമുക്ക് ഈ ഫീൽഡില് അധികം എന്റെ ഫാമിലി അങ്ങനെ ആരും ഇല്ല, അവർക്ക് കേട്ടറിവും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അവർക്ക് ചിന്തകളുണ്ടാവും, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഇനി മോള് എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെയൊക്കെ ഒരുപാട്. അവർക്ക് ഓവറായിട്ടുള്ള എന്റെ അടുത്തുള്ള സ്നേഹം കാരണം തന്നെയാണ് അവർക്കൊരു കൺസേൺ വരുന്നത്. പക്ഷെ എനിക്കറിയാം അത് എന്റെ കാര്യത്തിൽ അത് എങ്ങനെ എനിക്കത് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കൊരു നല്ല വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. അത് കാരണം തന്നെ എനിക്കൊരു ബോധറേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഐ വാസ് വെരി കോൺഫിഡന്റ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് കാരണം ഞാൻ ഓഡിഷൻസിന് പോയി. ആ സമയത്തൊന്നും സപ്പോർട്ടിങ് അല്ലായിരുന്നു. അതിനുശേഷം നായകൻ കിട്ടി കഴിഞ്ഞ ശേഷം നായകൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ഇവർ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് അവര് ഓക്കെ ലൈവായിട്ട് എന്റെ പെർഫോമൻസ് കാണാൻ തുടങ്ങി സ്റ്റേജില്. അത്രയും പേര് ഓക്കെ പുറത്തുനിന്നാണെങ്കിലും വന്നിട്ട് ആ മോള് നല്ലോണം ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ കാണാറുണ്ട് ടിവിയിൽ എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു സന്തോഷം. അപ്പൊ അവൾക്ക് എന്തോ ഒക്കെ ഒരു കഴിവുണ്ടായിരുന്നു, പിന്നെ അവള് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത്രയും അങ്ങനെ ഈ ആൾക്കാർ പറയണ പോലെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഇതല്ല, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അവർക്ക് കോൺഫിഡൻസ് വന്നപ്പോ പിന്നെ അവർ ഫുൾ എന്റെ കൂടെ തന്നെയാണ്, എല്ലാ കാര്യത്തിനും എന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിലും വെരി സപ്പോർട്ട്. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് എന്തോ നമ്മള് നല്ല രീതിയിൽ നിൽക്കുന്നോണ്ട് ആണ് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കും ആ കോൺഫിഡൻസ് വേണം, അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാനും പറ്റണമല്ലോ. അപ്പൊ അത് എനിക്കെന്തോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പൊ അത് കാരണം ഇപ്പോഴും ഫാമിലി ഈസ് വെരി സപ്പോർട്ട്. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റൽ ആയിട്ട് ആൾക്കാർ
കാണുന്നതിനെ, ഇപ്പം അത് കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കുക, ജഡ്ജ്മെൻ്റലായിട്ട് പ്രീ ജഡ്ജ്മെൻ്റൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പം ഇങ്ങനെ അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്ന ആളുകൾ ഇങ്ങനെ ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളതിപ്പോ ജഡ്ജ്മെന്റൽ ആയിട്ട് ഇപ്പൊ ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു ചിലപ്പോ ഒരു 5 ആൾക്കാർ ജഡ്ജ്മെന്റ് ആയിരിക്കാം, 5 ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ജഡ്ജ്മെന്റൽ അല്ലാത്ത ആൾക്കാരായിരിക്കാം. അപ്പൊ നമ്മൾ ഈ 5 ആൾക്കാരെ ജഡ്ജ്മെന്റ് അല്ലാത്ത ആൾക്കാരെ ഫോക്കസ് ചെയ്താൽ മതി. ഈ ബാക്കിയുള്ള 5 പേരെന്ന് പറയുമ്പോ നമുക്ക് കണ്ണി കാണരുത്. ബിക്കോസ് അങ്ങനെ വേണം, നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മൾ കുറ്റം പറഞ്ഞ് ഈ 5 പേരെ നോക്കിയിരുന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമുക്ക് വളർച്ച വേണ്ടേ? അപ്പൊ അതിന് നമുക്ക് സെൽഫായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ നെഗറ്റീവ് ഫോക്കസ് ചെയ്താൽ നമുക്കത് പറ്റത്തില്ല. സോ ഐ ഡോണ്ട് ഫോക്കസ് ഓൺ ഇത് റബ്ബിഷാണ്. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അവർക്ക് അവരവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളുണ്ട്, അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അതെന്നെ ബാധിക്കരുത്. ഐ ഇഗ്നോർ, അത് തന്നെയാണ്. ഓക്കെ. ഇപ്പം വിഷ്ണു, എനിക്ക് തോന്നുന്നു വിഷ്ണു കുറച്ചുകൂടി ഇനിയായിരിക്കും ഇത് ഈ ഒരു സംഭവം ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വിഷ്ണു കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം അച്ഛൻ ഉണ്ടായത് കൊണ്ട് സിനിമയിൽ വരാൻ പറ്റി, ഇതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളതിനൊക്കെ ഇനി എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്? അച്ഛൻ സിനിമ തന്നെയാണ്. അച്ഛൻ ഒരു എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ സിനിമയിലുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇതിലേക്ക്, അല്ലെങ്കിൽ അച്ഛൻ ആ ഒരു സംഭവം ചെയ്തുകൊണ്ടാണല്ലോ എനിക്കും ആക്ടിങ്ങിലേക്കും ഇതിലേക്കും ഒക്കെ താല്പര്യം വരുന്നത്. അച്ഛൻ ഒബിയസ്ലി ഒരു റീസൺ തന്നെയാണ് ഞാൻ സിനിമയിൽ നിൽക്കാൻ. അതിപ്പം ഏതൊരു പല ആസ്പെക്റ്റിൽ നോക്കുക, വേറെ ആസ്പെക്റ്റിലാണെങ്കിൽ ഇപ്പൊ ഏത് നോക്കുകയാണെങ്കിലും അച്ഛനൊരു റീസൺ തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വരാൻ. പിന്നെ ഇത് അൾട്ടിമേറ്റ്ലി ഇപ്പൊ എനിക്ക് സിനിമ ഇപ്പൊ എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യണം. ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടു തരില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനെന്ന് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണിയെടുത്തിട്ട് ആൾക്കാർക്ക് അതിൽ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഇവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാലേ നമ്മളെ ഒരു സിനിമയിലേക്ക് വിളിക്കുള്ളൂ. ഇതേപോലെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇപ്പം ആക്ടിങ് ക്യാമ്പ്സ് ഉണ്ടാവും. ഇപ്പം വേറെ പ്രൊജക്ടുകളിലൊക്കെ എനിക്ക് വന്ന സംസാരത്തിലാണെങ്കിൽ ഇപ്പം നമ്മളങ്ങനെ ഡയറക്റ്റ് പോയി ചെയ്യാതിരിക്കില്ല. നമുക്ക് ചിലതിന് നമുക്ക് ആക്ടിങ് ക്യാമ്പ്സ് ഉണ്ടാവും, ചിലതിന് ഇതേപോലെ ഓഡീഷൻസ് ഉണ്ടാവും. അതൊക്കെ എല്ലാം അത് ഡിപ്പെൻസ്. അത് അവരുടെ എങ്ങനെയാണ്. ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ക്യാരക്ടറിൽ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരാളെ എടുക്കുകയാണെങ്കിൽ അയാൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. ബേസിക്കലി അതാണ് ഓഡീഷൻ. അങ്ങനെ പല ഇത് വരും. അത് ഇപ്പൊ എങ്ങനെയാ കാണേണ്ടത്, അത് അൾട്ടിമേറ്റ്ലി ഇത് ഇറങ്ങുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത്. ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആളാരായിരിക്കും? ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആള് എനിക്ക് കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ആക്ടിംഗ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ആക്ടിംഗ് ഫീൽഡിൽ നോക്കണം, ഒബിയസ്ലി എന്റെ അച്ഛൻ തന്നെയായിരിക്കും വൺ ഓഫ് ദി മെയിൻ ഇൻസ്പിറേഷൻ. അച്ഛൻ തന്നെയാണ്. അച്ഛൻ ചെയ്യുന്ന വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സും, അച്ഛൻ വെറൈറ്റി ഓഫ് ലാംഗ്വേജസിൽ പോയിട്ട് ആ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യുന്നു. അച്ഛൻ ചെയ്യുന്ന ഒരു 100% സിനിമയില്ലാത്ത ഒരു 95% സിനിമയ്ക്ക് അച്ഛൻ തന്നെ ഡബ് ചെയ്യുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ചെയ്യുന്ന ലാംഗ്വേജ്. അച്ഛൻ ഒരു മലയാളം, തമിഴ്, തെലുങ്ക് മാത്രമല്ല, അല്ലാതെ വേറെ പല ലാംഗ്വേജസിലും അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ അച്ഛൻ എപ്പോഴും പറയും കലയ്ക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല. ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല അതിന്. അപ്പം ഓക്കെ, അപ്പൊ അത് നമ്മളിത് സ്ഥിരം ഇപ്പൊ ഞാൻ എന്താണ് പഠിച്ചേക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ സ്ഥിരം ഈ കാണുന്ന നമ്മളുള്ള ഇന്ററാക്ഷനിലും നമ്മൾ സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന ഇതിലൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മളെ പഠനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിത് ഇതിനായിട്ട് ചിലപ്പോൾ സംസാരിക്കില്ല, നമ്മൾ റാൻഡമായിട്ട് സംസാരിക്കും. ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില അവര് ചെയ്യുന്നത് നമ്മൾ നോക്കും. നമ്മൾ അങ്ങനെയുള്ള ചെറുപ്പം തൊട്ടേ നമ്മൾ നടക്കാൻ പഠിക്കണം, അങ്ങനെയുള്ള അവർ എന്ത് ചെയ്യണം നോക്കിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ നമ്മളെ കൂടെ അങ്ങ് നടന്നു പോകുന്നു. ഓക്കെ. ഇപ്പം നമ്മുടെ മധുരക്കണക്കിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി എന്തായിരിക്കും ഈ മൂവി കഴിയുമ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്ത് വന്നാലും ഈ സിനിമ കാണാൻ വരുമ്പോൾ അവസാനം ഒരു സസ്പെൻസ് ത്രില്ലർ ആണ്. അപ്പൊ അവസാനം വരുമ്പോൾ ആൾക്കാർ ഓക്കെ ഇങ്ങനെയാണ്. പിന്നെ അത് ഏത് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നല്ലാതെ ഈ ക്യാരക്ടറിൽ, ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞ നായകൻ, ഇപ്പൊ എല്ലാവരും ഈ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാ കാസ്റ്റിൽ നമ്മുടെ ക്രൂ എല്ലാവരും പറയുന്നുണ്ട് സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞാൽ സിനിമയിലെ തിരക്കഥയാണ്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഈ ക്യാരക്ടർ ഏത് ക്യാരക്ടറിന്റെ കണ്ണിലൂടെ ഈ സിനിമ കാണുന്നു എന്നനുസരിച്ചിരിക്കും ഇതിലെ
ആരാണ് ഈ സിനിമയിലെ നായകൻ എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറിലൂടെയാണ് അത് കാണാൻ ശ്രമിക്കുന്ന ഒരാൾ, അതിലാണ് ഒരാൾക്ക് റിലേറ്റ് ആവണം, അയാൾക്ക് ആ സിനിമയിലെ നായകൻ ഞാനാണ്. പക്ഷെ ഇപ്പൊ ഒരു അപ്പുമാഷിന്റെ പെർസ്പെക്റ്റീവിൽ കാണുന്ന ഒരാളാണെങ്കിൽ അപ്പുമാഷാണ് ആ സിനിമയിലെ നായകൻ. അപ്പൊ അല്ലെങ്കിൽ ഇപ്പം പുരുഷോത്തമന്റെ, അങ്ങനെ ഓരോ പെർസ്പെക്റ്റീവില്, ഏത് പെർസ്പെക്റ്റീവില് കാണുന്നത് അനുസരിച്ചിരിക്കും ഇതിൽ ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളത്. അപ്പൊ ഇതില് ഒബ്വിയസ്ലി ഈ സിനിമയുടെ നായകനും നായിക എല്ലാം പറയുന്ന മെയിൻ കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പം ആൾക്കാർ നിരാശപ്പെടില്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ബാക്കിയൊക്കെ ഇനി ഡിസംബർ 4 എല്ലാവരും കണ്ടിട്ട് പറയട്ടെ. ഡിസംബർ 4 ഇപ്പൊ നമ്മുടെ മൂവി റിലീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഫൈനലി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും അതെ, ഡിസംബർ 4 റിലീസാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് പറയണം. അതെ, അതന്നെയാണ് പറയാനുള്ളത്. യെസ്, അതന്നെ. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഡിസംബർ 4 തുടക്കം തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ സിനിമയുടെ ഗ്രോത്തും നമ്മുടെയൊക്കെ നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന്റെ എഫേർട്ട്. നിങ്ങൾ പോയി കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം, അതിന്റെ എല്ലാം നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതനുസരിച്ച് ഇരിക്കും. ഇപ്പം തിയേറ്ററിൽ പോയി ഒട്ടും കാണാൻ പറ്റാത്ത ആൾക്കാരാണ് OTT ലാണെങ്കിലും മസ്റ്റായിട്ട് കാണണം. എങ്ങനെയാലും കണ്ടിരിക്കണം. അതെ, കണ്ടിരിക്കണം. എന്താണെങ്കിലും ഇത് നിങ്ങൾ നിരാശപ്പെടില്ല എന്നാണ് എന്റെ വിശ്വാസം. എല്ലാവരും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഡിസംബർ 4 നിങ്ങൾക്കൊരു നല്ല ദിവസമാകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.